വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ റിയ. പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കുന്നതിന്, പെട്ടെന്ന് പറയുമ്പോൾ 1-2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ സ്കിന്നിൽ ഒരു ബ്രൈറ്റൻ ആക്കാനും ഗ്ലോ വരുത്തുന്നതിനൊക്കെ എന്തൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലൂടെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ പൊതുവേ എല്ലാവരും എന്തെങ്കിലും പ്രോഗ്രാമിന് മുൻപായിട്ടോ 1-2 ആഴ്ചകൾ മുൻപായിട്ട് ഫേഷ്യൽ പോലെയുള്ള പുറമേയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ എന്തൊക്കെ കഴിക്കണം, അങ്ങനെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്തൊക്കെ ഫുഡുകൾ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നും എന്തൊക്കെ ഒഴിവാക്കണം ഇതിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ആദ്യം പറയുന്ന ടിപ്പ്, രാവിലെ വെറും വയറ്റിൽ 1 ടീസ്പൂൺ ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ് കഴിക്കുക. എന്നിട്ട് അതിന് മീതെ ഇളം ചൂടുവെള്ളം 1 ഗ്ലാസ് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, കൊളസ്ട്രോൾ അല്ലെങ്കിൽ അമിതവണ്ണം, ഒബേസിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ഇത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതൊരു ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നതായിട്ടും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിനായിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ്. അടുത്തത് പറയാനുള്ളത്, നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്ന കാര്യം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ മോയ്സ്ചറൈസർ കൊണ്ട് ഒരു പരിധി വരെ പുറമെ നിന്നുള്ള ഹൈഡ്രേഷനെ സഹായിക്കുന്നുവെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കൂടി ഇതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കുക. ഓരോരുത്തരുടെയും ബോഡിയുടെ വെയിറ്റ് അനുസരിച്ച്, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമിതമായിട്ട് വിയർപ്പുള്ള ശരീരപ്രകൃതിയാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. എന്നാലും ഏകദേശം ഒരു 2-2.5 ലിറ്ററെങ്കിലും വെള്ളം ദിവസവും കുടിക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ദിവസവും 1 നെല്ലിക്ക വീതം കഴിക്കുക. നെല്ലിക്ക ഉപ്പിലിട്ടതല്ലാതെ പച്ചനെല്ലിക്ക കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആയുർവേദത്തിൽ നെല്ലിക്കയ്ക്ക് ധാരാളം പ്രാധാന്യം പറയുന്നുണ്ട്. രസായന ചികിത്സകളിലേക്ക് പല മരുന്നുകളിലും നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള പല മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ശരിക്കും നല്ല റിസൾട്ടും ഉണ്ട്. ഇപ്പോൾ രസായന ചികിത്സ എന്ന് പറയുമ്പോൾ ജരാനരകളൊക്കെ ബാധിക്കാതിരിക്കാനായിട്ട് പണ്ട് മുതലേ പറഞ്ഞു വരുന്നതാണ് ഈ നെല്ലിക്കയുടെ ഗുണങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ നെല്ലിക്ക ദിവസവും ഉൾപ്പെടുത്താം. പിന്നെ ഫ്രൂട്ട്സിൽ വാട്ടർ കണ്ടൻറ്റ് ധാരാളമുള്ള വാട്ടർമെലൺ പോലുള്ളതൊക്കെ കഴിക്കാം. ഇനി ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആദ്യം പറയാനുള്ളത്, നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. ഇപ്പോൾ 1-2 മാസം അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ ഒഴിവാക്കാം. പിന്നെ ബീവറേജസ് പോലെയുള്ള ടീ, കോഫി അങ്ങനെയുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. അപ്പോൾ തന്നെ ആ ഒരു ചേഞ്ച് നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജ്യൂസ് കുടിക്കാം. ജ്യൂസിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ ആദ്യം ഏറ്റവും നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ളതാണ് കരിക്കും വെള്ളം. കരിക്കും വെള്ളം ഒന്നിടവിട്ട ദിവസങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനും അതിൻ്റെ കൂടെ മുടിക്കും വളരെ നല്ലതാണിത്. പിന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതിൽ ഒന്നാണ് ഡേറ്റ്സ് ഒരു 3-4 ഡേറ്റ്സ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ 1 ആപ്പിൾ വീതം കഴിക്കുക. പിന്നെ ഒരു 1/2 ക്യാരറ്റ്, അത് കുക്ക് ചെയ്തിട്ടോ അല്ലാതെയോ ഫുഡിൻ്റെ ഏതെങ്കിലും രീതിയിൽ അത് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അനാറ്, മാതളം കഴിക്കാം. മാതളം ജ്യൂസായിട്ട് കുടിക്കാം. ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാര ചേർക്കാതെ കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാതെയും കഴിക്കാം. പിന്നെ അത് കുക്കുമ്പർ, നമുക്കറിയാം കുക്കുമ്പർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. കുക്കുമ്പറിൻ്റെ ടോണർ പോലെയൊക്കെ ഉള്ളത് യൂസ് ചെയ്യുന്നവരുണ്ടാവാം. എന്നാൽ അതിനേക്കാളേറെ പ്രാധാന്യമുണ്ട്, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കുക്കുമ്പർ അത് സാലഡായിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ നമുക്ക് കുടിക്കാം. ലെമണും കൂടി ചേർത്തിട്ട് ജ്യൂസായിട്ട് കുടിക്കുമ്പോഴും നല്ലതാണ്. പിന്നെ നട്ട്സിൽ പ്രധാനപ്പെട്ടത് കാഷ്യൂ ആൻഡ് ബദാമാണ്. ഇത് കൂടിയ അളവിലൊന്നും കഴിക്കേണ്ടതില്ല. ഒരു 3-4 എണ്ണം വീതം കാഷ്യൂം അതുപോലത്തെ ബദാമും കഴിക്കാം. രണ്ടും കുതിർത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനിയുണ്ട്, ഈ ടോപ്പിക്ക് കുറച്ച് ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് പിന്നീട് ഒരു വീഡിയോയിലൂടെ ചെയ്യാം. കൺസൾട്ടേഷന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ മെഡിസിൻസ് എല്ലാം തന്നെ ഓൺലൈനായിട്ടും നേരിട്ടും വാങ്ങാൻ സാധിക്കും. അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിലായിട്ടോ കമൻ്റായിട്ടോ ഒക്കെ ചോദിക്കാം. താങ്ക് യു. ബൈ.